ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുന്ന സമയത്ത് സീലിംഗ് നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ സീലിംഗ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ പൊസിഷൻ, എങ്ങനെയാണ് മുകളിലേക്ക് സീലിംഗ് ചെയ്തെടുക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഒരു ബെഡ്റൂമാണ്. ബെഡ്റൂമിൽ വന്നിരിക്കുന്ന സീലിംഗ് വർക്കാണ് വന്നിരിക്കുന്നത്. സീലിങ്ങിൻ്റെ വർക്ക് വന്നതിന് ശേഷം ജിയുടെ കാര്യങ്ങളെല്ലാം വർക്ക് വന്നതിന് ശേഷം നമ്മുടെ വയർ കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക്കുന്ന രീതി ഞാൻ ജസ്റ്റ് നിങ്ങളിന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. സീലിംഗ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഓൾറെഡി നമ്മൾ സീലിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീടാണെങ്കിൽ, അതായത് പ്ലാൻ ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ വെട്ടിപ്പൊളിക്കുന്ന സമയത്ത്, വയറിങ് ചെയ്യുന്ന സമയത്ത് ഈ സീലിങ്ങിന് ഏകദേശം, അതായത് ടോപ്പിൽ നിന്ന് വാർക്കയിൽ നിന്ന് ഏകദേശം ഒരു ഇഞ്ചോളം താത്തി നമ്മുടെ പൈപ്പ് കൊണ്ടുവന്ന് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ആ പൈപ്പിലൂടെ ആയിരിക്കാം നമുക്ക് കംപ്ലീറ്റ് വയറും അതിൻ്റെ അകത്തേക്ക് വലിച്ചെടുക്കേണ്ടത്, സീലിങ്ങിൻ്റെ മുകളിലേക്ക് വലിച്ചെടുക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വയറിങ്ങിൻ്റെ സമയത്ത്, അതായത് വെട്ടിപ്പൊളിക്കുന്ന സമയത്ത്, ഇലക്ട്രിക്കലിൻ്റെ വർക്ക് ചെയ്യുന്ന സമയത്ത് പൈപ്പ് കൺസീൽ ചെയ്തിടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ആ പൈപ്പ് വന്നിരിക്കുന്നത് അതിൻ്റെ തൊട്ട് മുകളിൽ, അതായത് വാർക്കയോട് ചേർന്നാണ് വന്നിരിക്കുന്നത്. അവിടെ നിന്നാണ് നമ്മൾ കണക്ഷൻസ് എടുത്തിരിക്കുന്നത് കണ്ടോ. ആ വന്നതിന് ശേഷം ഒരു ജംഗ്ഷൻ ഇട്ട് അവിടെ ബെൻഡ് വെച്ചിട്ടാണ് നമ്മൾ കണക്ഷൻ എടുത്തിരിക്കുന്നത്. അത് നേരെ ജംഗ്ഷൻ വെച്ച് ആ ജംഗ്ഷനിൽ നിന്ന് നേരെ എവിടേക്കാണോ വേണ്ടത് അവിടേക്കെല്ലാം നമ്മൾ പൊസിഷൻ എടുത്തിരിക്കുന്നു. ഇനി വയർ വലിക്കുന്ന രീതി നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. വയർ വലിച്ചിരിക്കുന്നത് നമ്മൾ ലൂപ്പ് ചെയ്താണ് വലിക്കുന്നത്. അതായത് ഒരു സീലിങ്ങിൻ്റെ അകത്ത് വരുന്ന ലൈറ്റുകൾ, 4 ലൈറ്റുകൾ ഒന്നിച്ചാണ് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. കാരണം കോർണറിലുള്ള 4 ലൈറ്റുകൾ ഒന്നിച്ചാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഈ 4 ലൈറ്റിന് ഒറ്റ ലീഡ് മതിയാവും. അതായത് ഒറ്റ ലീഡിലൂടെ ഒറ്റ സ്വിച്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടേക്ക് നമ്മൾ വലിച്ചു കൊണ്ടുപോയതിന് ശേഷം അതെല്ലാം ലൂപ്പ് ചെയ്ത് അതായത് ഒരു സ്ഥലത്ത് ഇട്ടതിന് ശേഷം അവിടെ നിന്ന് തന്നെ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് അങ്ങനെ കൊണ്ടുപോയി 4 സ്ഥലത്തേക്ക് ഇട്ടതിന് ശേഷം ആ 4 സ്ഥലത്തു നിന്നും ഒരു വയറാണ് നമ്മൾ കൊണ്ടുപോയിട്ട് ഓൾറെഡി നമ്മൾ സ്വിച്ചിൽ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒറ്റ 4 കോർണർ ലൈറ്റുകൾ ഒന്നിച്ച് തെളിക്കണമെങ്കിൽ നമുക്ക് ഒറ്റ വയർ മതി. ലൂപ്പ് ചെയ്താണ് കൊണ്ടുപോകുന്നത്. അത് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഇതിപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടാൽ ജംഗ്ഷൻ ഇട്ടിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആ സീലിങ്ങിൻ്റെ മുകളിലൂടെ 20 mm പൈപ്പ് നമ്മൾ ഇട്ടതിന് ശേഷം ടാഗ് വെച്ച് കെട്ടിയിട്ടുണ്ട് കണ്ടോ. ടാഗ് വെച്ച് അത് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റ് പൊസിഷൻ മാർക്ക് ചെയ്തതിന് ശേഷം ടാഗ് വെച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ജംഗ്ഷൻ വഴിയായിട്ടാണ് നമ്മൾ ജംഗ്ഷൻ ഇട്ടിട്ട് വേണം കൊണ്ടുപോകാൻ. കാരണം സേഫ്റ്റി കാര്യങ്ങൾ നോക്കണം. കാരണം വയറ് ചൂടാവാനുള്ള ചാൻസോ കാര്യങ്ങളൊന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ കത്ത് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് PVC പൈപ്പ് നമ്മൾ സാധാരണ വയറിങ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഇതിൻ്റെ മുകളിലൂടെ PVC പൈപ്പ് ഇട്ടതിന് ശേഷം ജംഗ്ഷനുകൾ ഇടാം. എവിടേക്കോ ലൈറ്റ് വേണ്ട അവിടെയുള്ള ജംഗ്ഷനുകൾ ജംഗ്ഷൻ ഇട്ടിട്ട് വേണം നമ്മൾ കൊണ്ടുപോകാനായിട്ട്. എവിടെയെല്ലാം നമ്മൾ ആദ്യം തന്നെ റൂം സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡിസൈനാണ് ആദ്യം എടുക്കേണ്ടത്. ആ ഡിസൈൻ എടുത്തതിന് ശേഷം വർക്ക് ചെയ്യുന്നത് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. അതായത് ജംഗ്ഷൻ ഇട്ടതിന് ശേഷം ജംഗ്ഷൻ വരുന്നത് നമ്മുടെ ഉണ്ടാവും ഒരു കോർണറിലേക്ക് ജംഗ്ഷനോട് അളവുകൾ എടുത്തതിന് ശേഷം ജംഗ്ഷൻ കോർണറിലേക്ക് കയറ്റി ഇടുക. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എവിടെയാണോ സീലിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീടിൻ്റെ പോയിൻ്റുള്ള അവിടേക്ക് നമ്മൾ നേരത്തെ തന്നെ ഒരു പൈപ്പ് അല്ലെങ്കിൽ ഒരു ബെൻഡ് വെച്ച് പുറത്തേക്ക് തള്ളിയിട്ടേക്കണം വാർക്കയോട് ചേർത്ത്. അപ്പോൾ വാർക്കയിൽ നിന്ന് നമുക്ക് സിമ്പിളായിട്ട് അവിടെ നിന്ന് പൈപ്പ് എടുത്തതിന് ശേഷം സിമ്പിളായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ കൊണ്ടുപോകുന്ന വയ്ക്കുന്ന സാധനം ശ്രദ്ധിക്കുക. ടാഗ് ചെയ്തിരുന്നു കണ്ടോ. നമുക്ക് എവിടെയാണോ പൊസിഷൻ വേണ്ടത് അവിടെ എല്ലാം തന്നെ ടാഗ് ചെയ്താണ് കൊണ്ടുപോകുന്നത്. അതായത് പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാത്ത രീതിയിൽ ടാഗ് ചെയ്തിട്ട് വേണം കൊണ്ടുപോകാനായിട്ട്. പിന്നെ നമ്മൾ വലിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ LED സ്ട്രിപ്പിൻ്റെ പോയിൻ്റ് ഉണ്ടാവും. അതുപോലെ 4 കോർണർ ലൈറ്റ് ഉണ്ടാവും. ഇനി ഈ കോർണർ ലൈറ്റുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് 2 കോർണറായിട്ട് തെളിക്കണമെങ്കിൽ ആ പറയുന്ന രീതിയിൽ തന്നെ 2 കോർണറിലേക്കുള്ള സെപ്പറേറ്റ് ലീഡുകളാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നിങ്ങളെ കണ്ടോ, വയർ വലിച്ചിട്ടിരിക്കുന്ന രീതിയാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ ഈ ജംഗ്ഷൻ വഴി ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുപോയതിന് ശേഷം നമുക്ക് എവിടെയാണോ പൊസിഷൻ വേണ്ടത് ആ പൊസിഷനിലേക്ക് നമ്മൾ എത്തിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.